ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തുപോയ എല്ലാ മത്സരാർത്ഥികളും ബിഗ് ബോസ് വീട്ടിനുള്ളിൽ വന്നു, രണ്ടുപേരൊഴിച്ച്. അതിനെക്കുറിച്ച് ഞാൻ പിന്നൊരു കാര്യം പറയാം. അതിൽ നോറ എത്തിയതിനു ശേഷം നോറയുടെ കാര്യങ്ങളെക്കുറിച്ച് പലരും ചോദിച്ചു. എന്നാൽ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് മറ്റു ചിലർ ചോദിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ അവിടെ ജിൻഡോ കിച്ചണിൽ വെച്ച് ഒരു കാര്യം ചോദിച്ചു നോറയോട്. നോറ, വീട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുടെ അടുത്തും കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഞാനും ഒരു അറ്റാച്ച്ഡ് ഉള്ള ഒരു വ്യക്തിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന് ജിൻഡോ പറയുന്നുണ്ട്. അപ്പോൾ നോറ പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ചേട്ടാ, എല്ലാവരും ഓക്കെയാണ്, ഒരു വിഷയവും ഇല്ല എന്ന രീതിയിൽ നോറ പറയുന്നു. ഇവിടെ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു മനുഷ്യനാണ്. അത് നോറയ്ക്ക് അവസാന ഘട്ടങ്ങളിലാണ് മനസ്സിലായത്. അത് നോറയ്ക്ക് ഓൾറെഡി മനസ്സിലായി. നോറ സീക്രട്ട് റൂമിൽ നിന്ന് വന്ന സമയത്തൊക്കെ നോറ കുറേയൊക്കെ ഇതിനോട് പറഞ്ഞിരുന്നു, ജിൻഡോ ചേട്ടനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് നോറ എപ്പോഴും അത് ഓർത്തോർത്ത് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നോറ വേറൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, എനിക്ക് മനസ്സിലായി, പല കാര്യങ്ങളും മനസ്സിലായി, പക്ഷേ എനിക്ക് നിങ്ങളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം അത് എന്തോ ഒരു കള്ളത്തിനുണ്ട്. അത് വെളിയിൽ വന്ന് സംസാരിച്ചതിന് ശേഷം നമുക്കത് ക്ലിയർ ചെയ്യാം എന്ന രീതി നോറയോട് പറയുന്നുണ്ട്. എന്തായാലും നോറയ്ക്ക് അത് എന്താണ് മനസ്സിലാക്കാനുള്ളതെന്ന് വെച്ചാൽ നോറ വെളിയിൽ പോയി ജിൻഡോയോട് സംസാരിച്ച് അതെന്തോന്ന് വെച്ചാൽ ക്ലിയർ ചെയ്യാം. പക്ഷേ ഇവിടെ നോറയോട് ഒരു കാര്യം ചോദിച്ചത്, അതായത് നോറയുടെ ആ ഒരു പേഴ്സണൽ കാര്യമായിക്കോട്ടെ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞ് സന്തോഷത്തോടെ നോറയോട് അത് പറയണമെങ്കിൽ ആ ജിൻഡോയുടെ ഒരു മനസ്സ് അത് പറഞ്ഞറിയിക്കേണ്ടി തന്നെയാണ്. എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും ഒക്കെ വിളിക്കുമ്പോൾ പോലും ഈ നോറ പോലും വിളിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാത്തവരായ എന്തൊക്കെ നോറ പറഞ്ഞിട്ടുള്ളത് കാര്യം നമുക്കറിയാം. എന്നിട്ട് പോലും നോറ അത് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. എന്തായാലും ജിൻഡോയുടെ ആ ഒരു നല്ല മനസ്സ് മനസ്സിലാക്കിയിരിക്കുകയാണ്. പല മത്സരാർത്ഥികളും വന്നിട്ട് ജിൻഡോയ്ക്കിട്ട് ഒരു കുത്തൊക്കെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ജിൻഡോ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് അതുപോലെ തന്നെ പ്രതികരിച്ചുകൊണ്ടുമുണ്ട്. പലപ്പോഴും കേട്ടിട്ട് മിണ്ടാതിരിക്കുകയും ചെയ്തിട്ട് എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ജിൻഡോയെ താഴ്ത്തിട്ടിട്ട് മറ്റൊരാൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടി വന്നവരിൽ പലരും നോക്കിയിട്ടുമുണ്ട്. അതൊക്കെ നമുക്കറിയാം. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ.